നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് അയില കിട്ടി, അത് നമുക്ക് തേങ്ങ വറുത്തരച്ച കറിയായി വയ്ക്കാം. ഒരു സവാള, പച്ചമുളക്, തക്കാളി, വേപ്പിൻ്റെ ഇല എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സവാള അതിലേക്കിട്ട് കുറച്ച് ഉള്ളിയും പിന്നെ ഉപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി വന്ന് തക്കാളി അതിലേക്കിട്ട് നല്ലപോലെ വഴറ്റി, എന്നിട്ട് വേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇട്ട് ഒന്നൊന്നായി വഴറ്റിയെടുത്ത്, എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഉള്ളി വാട്ടിയതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. എന്നിട്ട് നമ്മളത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തു. എന്നിട്ട് ചട്ടി എടുത്ത് അതിലേക്ക് അരച്ച് വെച്ചത് അതിലേക്ക് ചേർത്തു. എന്നിട്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിലേക്കിട്ട് കുറച്ച് നമ്മൾ അരച്ച് വെച്ചത് അതിലേക്ക് ചേർത്തി കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് കറി അടുപ്പത്ത് വെച്ചു. ഒരു മുറി തേങ്ങ ചിരകി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും പെരുംജീരകം കൂടി നന്നായി ഇട്ടിട്ട് തേങ്ങ അരച്ച് വറുത്ത് കോരിയെടുത്തു. ഇട്ട് മിക്സർ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തു. അതിന് പുളി നല്ല തിളച്ച് വന്നപ്പോൾ അയില കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പുളിയിലേക്ക് ഇട്ടു. എന്നിട്ട് നല്ലപോലെ കറി മീനൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് അതിൽ പാർന്നു. അങ്ങനെ നമ്മൾ അതും തേങ്ങ അങ്ങനെ വറുത്തരച്ച് വെച്ചാൽ തള വരാനേ പാടുള്ളൂ. എന്നിട്ട് ഒരു തവി അടുപ്പത്ത് വെച്ച് നമ്മൾ അതിൽ കുറച്ച് എണ്ണ വെച്ച് ഉലുവയും ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും മൂപ്പിച്ചെടുത്ത് നമ്മളങ്ങനെ അത് കറിയിൽ അങ്ങനെ തേങ്ങ വറുത്തരച്ച അയിലക്കറി റെഡിയായി. എല്ലാവരും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ